Hey peeps, welcome back. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അൺബോക്സ് ആൻഡ് ഓവർവ്യൂ ചെയ്യാൻ പോകുന്നത് Oppo Reno 6 Pro 5G ആണ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഓവർവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതോ വീഡിയോസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ Oppo Reno 6 Pro. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുക ചെറിയ ബോക്സ് ആണ് കേട്ടോ. അതിൻ്റെ ചെറിയ ടെക്സ്ചറൊക്കെ ഉള്ളൊരു ബോക്സാണ്. ഇതിൽ എന്താ നോക്കാം. ഓക്കെ, ഇതിലുള്ളത് സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഒബ്വിയസ്ലി നമ്മളെ ഫോൺ തന്നെ ഉണ്ട്. ഇതാണ് നമ്മളെ ഫോൺ. ഇപ്പോൾ നമുക്ക് ഈ ഫോൺ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ബോക്സിൽ ബാക്കി എന്തൊക്കെ ഉള്ളത് നോക്കാം. ഈ ബോക്സിലുള്ള എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഒരു പേപ്പർ ഉണ്ട്, അതുപോലെ ഒരു ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ചാർജർ എന്ന് പറയുന്നത് 65 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ വൂക്ക് 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജറാണ് കേട്ടോ. അത്യാവശ്യം വിറ്റൊക്കെ ഉള്ള നല്ലൊരു ചാർജറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഹെഡ്സെറ്റ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അധികം ബ്രാൻഡ്സ് ഒന്നും അങ്ങനെ ഹെഡ്സെറ്റ് ഒന്നും കൊടുക്കാറില്ല, ചാർജർ തന്നെ കൊടുക്കുന്നത് വലിയ കാര്യം. അപ്പോൾ ഹെഡ്സെറ്റും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ഹെഡ്സെറ്റ് ആണ് കേട്ടോ, സാധാ 3.5mm ഹെഡ്സെറ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സി ടൈപ്പ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനുള്ളിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു കവർന്ന് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ ഫോണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം എപ്പോൾ കാണിച്ചു തരാം. മോനെ എജ്ജാതി ലുക്കാൻ നോക്കി, അടിപൊളിയായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ലൈറ്റിൽ ചിലപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണാൻ സാധിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. അടിപൊളി ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക് ഭാഗം തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാറ്റ് ഫിനിഷാണ്, അതായത് ഗ്ലോസി ഫിനിഷ് അല്ല, അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് പതിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഗായ്സ് നമ്മുടെ കയ്യിലുള്ള കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഒറോറ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് ഇതിലുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഓറഞ്ച് കളർ ഗ്രേഡിയൻ്റ് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ബ്ലൂ, പിന്നെ ഇവിടുന്ന് ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ നല്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈന്. ഇതിൻ്റെ ബാക്ക് കാണാൻ സാധിക്കും, വളരെ നല്ല രസമുണ്ട്. കണ്ടില്ലേ, ആഹാ അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ ആണ് കാണാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു വോളിയം റോക്കറാണ് ഇവിടെ ഉള്ളത്, വേറൊന്നും ഈ സൈഡിലൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഒരു സിം ട്രേ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ട് ഉണ്ട്, ഒരു മൈക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പീക്കർ ഗ്രിൽസും ഉണ്ട്. സോ അത്ര കാര്യങ്ങൾ ഈ സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ടുള്ളൂ. പിന്നെ മുകൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡറി മൈക്രോഫോൺ ആണ് ഇവിടെ കാണാൻ സാധിക്കുക, അതായത് നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളെ ക്യാമറ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ മൊഡ്യൂളിലാണ് ഉള്ളത്. ഇത് നല്ല രസമുണ്ട്. കുറച്ച് വലിയൊരു മോഡൽ ക്യാമറ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓപ്പോൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, ടെക്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ആണ് ഉള്ളത്. ഓവറോൾ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഹോൾ പഞ്ച് ക്യാമറ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്, കാണാൻ സാധിക്കും. ഒരു ഹോൾ പഞ്ച് ക്യാമറ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചെറിയൊരു സ്ക്രീൻ ഗാർഡും കൂടി ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇവിടെ വരുന്നത്. നല്ല സ്ക്രീൻ ഗാർഡൊന്നും അല്ല എങ്കിലും ചെറിയൊരു സ്ക്രീൻ ഗാർഡ് ഏതായാലും അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ നമ്മൾ സംസാരിച്ചു, ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നത് 6.55 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ് ഉള്ളത്. സോ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. AMOLED ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എന്താ പറയുക ഡീപ്പ് ബ്ലാക്സും നല്ല വിവിഡ് കളേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിക്കതായാലും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ കാണാനും ഒരു
വീഡിയോസൊക്കെ കാണാൻ നമുക്ക് വളരെ നല്ലൊരു എന്താ പറയുക അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലുള്ളത് 402 ppi ആണ്, അതായത് 402 പിക്സൽ പെർ ഇഞ്ചസ് ആണ് ഉള്ളത്, അതായത് 402 പിക്സൽസ് ആണ് ഒരു ഇഞ്ചിലുള്ളത്. അപ്പോൾ അതുകൊണ്ടും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിന് നമുക്ക് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. അതിനേതായാലും തംസപ്പ്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 12GB 256GB വേരിയൻ്റ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ 12GB 256GB ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റാമും ആവശ്യത്തിലധികം റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിലധികം റാം ഓൾറെഡി ഇതിലുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ റാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ സ്റ്റോറേജിലുള്ള കുറച്ച് സ്പേസ് എടുത്തിട്ട് അത് വിർച്വൽ റാം ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു റാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് സെറ്റിംഗ്സിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റാം ആഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. 12GB നമുക്ക് ധാരാളമാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ ലഭിക്കുന്ന പ്രോസസ്സർ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ MediaTek Dimensity 1200 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 875 ഒക്കെ ആ ഒരു റേഞ്ചിൽ എത്തുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 177 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോൺ 5G ഫോണാണ്, നിങ്ങൾ പേരിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 11 5G ബാൻഡാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് 5G ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 5G ഏതായാലും ഇല്ല, എന്നാലും 5G നല്ല നെറ്റ്വർക്ക് സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഫോണിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് സംസാരിക്കാം. ക്യാമറ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അതാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ ലഭിക്കുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പോൾ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് ലഭിക്കുന്നത്. സോ 64 മെഗാപിക്സലിൻ്റെ ആ മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താ പറയുക, ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുള്ള HDR എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല വൈബ്രൻറ്റ് കളേഴ്സൊക്കെ തന്നെയാണ് അതിലുള്ളതും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല കളേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. പിന്നെ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ക്യാമറയിൽ കിട്ടുന്ന ഫോട്ടോസും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത്ര ക്വാളിറ്റി നമുക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് മെയിൻ ക്യാമറയുടെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഏതായാലും നല്ലൊരു അൾട്രാ വൈഡ് ക്യാമറയാണ് ലഭിക്കുന്നത്. ഞാൻ ഇപ്പോൾ ക്യാമറയെ കുറിച്ച് അധികം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും ലഭിക്കുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ലഭിക്കുന്നുണ്ട്. ഡെപ്ത് സെൻസർ ഏതായാലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മാക്രോ ക്യാമറ എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ക്വാളിറ്റി വളരെ കുറവായിട്ടുള്ളൊരു ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക 1080p അതായത് ഫുൾ HD നമുക്ക് 30 FPS-ലും 60 FPS-ലും എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4K അപ് ടു 30 FPS മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ, 60 FPS എടുക്കാൻ കഴിയുകയില്ല. ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൊക്കെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് DSLR എടുക്കുന്ന പോലത്തെ വീഡിയോസ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ ഞാനത് എടുത്തു നോക്കി, വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ടൈമിൽ നമുക്ക് ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട് വീഡിയോസിൽ, ബൊക്കെ എഫക്റ്റ് ഇട്ടിട്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ മാത്രം ഇട്ടിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ, അതായത് പോർട്രേറ്റ് മോഡുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ബൊക്കെ മോഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന നല്ലൊരു എന്താ പറയുക എഫക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡ്യുവൽ വീഡിയോ മോഡ്, പിന്നെ മൂവീസ് മോഡ്, അതായത് പ്രോ മോഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്യാമറ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹോൾ പഞ്ച് ആയിട്ടാണ് നമുക്ക് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് ഉള്ളത്. അപ്പോൾ 32 മെഗാപിക്സലിൽ എത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ 32 മെഗാപിക്സലിൽ ഒരു ക്വാളിറ്റി ഒന്നുമില്ല, എങ്കിലും ഒരു 20-25 മെഗാപിക്സലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഏതായാലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് സെൽഫിയിൽ നമുക്ക് ലഭിക്കുന്നത്. ചില ടൈമിൽ ചെറുതായിട്ടൊന്ന് സോഫ്റ്റനിങ് ഇഷ്യൂ ഉണ്ട് സെൽഫിയിൽ. പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സെൽഫി ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സെൽഫിയിൽ നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡിൽ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ഓവറോൾ നല്ലൊരു ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ OS-ഉം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ Android 11 ആണ് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ OS, അതായത് ഓപ്പോൻ്റെ ആ ഒരു OS എന്ന് പറയുന്നത് കളർ OS 11.3 ആണ് നമുക്ക്, അതായത് ഓപ്പോൻ്റെ OS നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫോണും കൂടിയാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ഇതിൻ്റെ സിം കാർഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അറ്റ് എ ടൈം ഒരു 2 സിം മാത്രമേ ഇടാൻ പറ്റൂ. മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഇടാൻ പറ്റുകയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് ചെയ്താൽ ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കാറില്ലല്ലോ സർവ്വസാധാരണമായിട്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഓപ്പോൻ്റെ OS ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബ്രോഡ്വേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്യൂ ഉള്ള കാര്യമല്ല.
അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഓപ്പോ ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഈ ഒരു ഓപ്പോ റെനോ 6 Pro 5G എന്ന് പറയുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 39,990 രൂപയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആമസോണിലേക്ക് ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ചിലപ്പോൾ 38,500 ചില്ലാനും രൂപയ്ക്ക് ഉണ്ടാകുക, ചിലപ്പം 37,000 ചില്ലാനും രൂപ ഉണ്ടാവും, ചിലപ്പോൾ 39,000 തന്നെ ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ പ്രൈസ് റേഞ്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ആമസോണിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നത്, ഫ്ലിപ്കാർട്ടിൻ്റെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ 2 ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഏകദേശം 40,000 രൂപയുടെ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ക്യാമറ റിവ്യൂ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ആ ക്യാമറ റിവ്യൂ ഫസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക, എങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. എനിക്ക് ഈ ഫോൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്, അടിപൊളി ഡിസൈനാണ് ഇതിൽ ലഭിക്കുന്നത്. എന്താ പറയുക, വളരെയധികം കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഏറ്റവും നല്ല അടിപൊളി ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ലൊരു ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓവറോൾ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ റിൻഷിഫ് ആൻഡ് ഐ വിൽ കാച്ച് യു നെക്സ്റ്റ് വൺ.